ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. അങ്ങനെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഏത്തവാഴ കൊലച്ചിട്ട് മൂത്തിട്ടുണ്ട്. ഉണ്ടാ ഒരു പഴുത്തേക്കണ ഉണ്ടായിരുന്നു. പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടാൻ പോണേന്. അങ്ങനെ നമ്മുടെ വാഴക്ക് മുട്ട് കൊടുത്തേക്കണത് മാറ്റണേന്ന്. രണ്ട് മുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റണേന്ന് ചേട്ടൻ. ഒരു മുട്ട് മാറ്റണം. ഒരു മുട്ട് മാറ്റി. കൊല മുറിക്കണേ. താഴ്ത്ത് വെക്കണ്ട, താഴ്ത്ത് വെച്ചാൽ വലിയ കൊലയാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കൃഷിഭവനിൽ നിന്നുള്ള വാഴയുടെ രണ്ടാമത്തെ കൊലയാണ്. നമ്മുടെ വാഴക്കൊല വെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം മഞ്ഞ നിറം മീൻ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. വാഴക്കൊല വെട്ടിയതിന് ശേഷം നമ്മൾ പിണ്ടി എടുക്കാൻ വേണ്ടി അതിൻ്റെ തണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. തണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിന് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം തുടങ്ങിയേക്കണം. ഇത് ഇത്രയും കൂടെ ഇത് വൈകിയാണ് ഇതുവരെ കയറിയേക്കണത്. പിണ്ടിപ്പുഴു ഒരു വണ്ട് വന്ന് കുത്തുമ്പോഴാണ് ഇതിങ്ങനെ വന്നത്. വൈകി ആയതുകൊണ്ട് നമുക്ക് കൊല കിട്ടിയില്ലെങ്കിൽ കൊല മൂക്കണതിന് മുമ്പേ കൊല ഒടിഞ്ഞ് വീഴും, വാഴ ഒടിഞ്ഞ് വീഴും. വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു കൊല അങ്ങനെ തന്നെ നശിഞ്ഞു പോയായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ കൂടെയുള്ള പുഴുവിനെ കാണിച്ചു തരാം. ഇതാണ് തുരന്ന് ഈ വാഴ മുഴുവനും നശിപ്പിക്കും വേണ്ടി. പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ പാടുകളൊക്കെ ഉണ്ടാകുന്നത്. അത് വന്ന് കുത്തിയിട്ട് മുട്ടയിട്ടിട്ട് പോകും. അപ്പം ഇതിൻ്റെ ഒപ്പം അവിടെ വേറെ വാഴയുമുണ്ട്, ചെറിയ വാഴ. അതും കുറച്ച് കഴിയുമ്പോൾ കൊലക്കും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണങ്ങി നിൽക്കണ ഇലകളും ആ കൈകളും എല്ലാം വെടുപ്പാക്കണം എപ്പോഴും. ഇല്ലെങ്കിൽ ഒരു വണ്ട് വന്ന് ഇതേപോലെ തന്നെ ഒന്ന് കുത്തി നശിപ്പിച്ച് കളയും. ഞാൻ ഇതിക്ക് മുന്നേ പിണ്ടിപ്പുഴു നശിപ്പിച്ച ഒരു വാഴയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനത്തെ പ്രാണിയാണ് ഈ വന്ന് കുത്തണേന്നുള്ളത്. ഇവിടെ നിൽക്കണുണ്ട്. അതിലൊരെണ്ണം കൊലച്ചിട്ട് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. മൂക്കണതിന് മുമ്പ് ഒടിഞ്ഞ് വീണുപോയി. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇതിനും കയറി പിടിക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും ഞാൻ അലക്കണ വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു, അലക്കണ സോപ്പും വെള്ളം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ വാഴ ഈ പ്രായത്തിൽ അതിൻ്റെ കവിളുകൾ ആ ഓരോ കൈമേൽ നമ്മൾ ബാർ സോപ്പ് വെച്ച് കൊടുക്കണം. ബാർ സോപ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കൈമേൽ കൂടെ സോപ്പിൻ്റെ ഇത് ഇറങ്ങി അങ്ങനെ ആ പുഴുവിന് വന്ന് കുത്താൻ പറ്റില്ല. ആക്രമണം ശരിക്കും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് പ്രാണി, ഞാൻ പറഞ്ഞ പ്രാണി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ പോയത് ഇവനാണ് ആള്. ഇവനാണ് ആള്. ഈ കൊമ്പ് വെച്ചാണ് ഇവനാണ് ആള്. ഈ കൊമ്പ് വെച്ചാണ് ഇത് കുത്തണത്. ഈ കൊമ്പ് വെച്ചാണ് ഇത് കുത്തണത്. ഇതിൻ്റെ കൊമ്പ് ഇനിയും ഉണ്ടാവും ഇതിനകത്ത്.
ഇതല്ലത് ഈ പാടുകളൊക്കെ കണ്ട അത് കുത്തിയിട്ടാണിത്. അതെ ഉണ്ട് അടുത്തത്. അടുത്തത് ഒരെണ്ണത്തിന് നമുക്കൊന്ന് അതേ ഇത് അതിൻ്റെ പുഴുവാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഇപ്പം മൂന്നാമത്തെ. ഇനിയും നമുക്കിതൊക്കെ തണ്ടത് പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഉണ്ട് പാടുകൾ. ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വാഴയുടെ പുറമേ നിന്ന് ഇങ്ങനെ പശ പോലത്തെ ഒരു ദ്രാവകം വരും. അത് കണ്ട അപ്പോൾ വിചാരിച്ചോളൂ വേണ്ടി ഇതിന് ആക്രമണം കിട്ടിയിട്ടുണ്ടെന്ന്. പൊളിച്ചെടുക്കും തോറും ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആക്രമണം കണ്ട ഇങ്ങനെ തുരന്ന് ആ തണ്ട് മുഴുവനും അവർ തിന്നും നശിപ്പിച്ച് വെക്കും. അങ്ങനെയാണ് കൊലച്ച് കഴിയുമ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് അത് താഴേക്ക് വീണ് പോണത് ഉണ്ട്. ഇപ്പം തുടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ വാഴയെ മൂത്തിരുന്ന് വെച്ചത് കാരണം നമുക്ക് വേഗം കൊല കിട്ടി മൂത്ത്. ഇത് കുത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാകുന്നത് ഉണ്ടാവും, ജെല്ല് പോലെ ഉണ്ടാവും വാഴയുടെ പുറത്ത്. അപ്പം നമ്മൾ ആ ഹോളിലേക്ക് ഒരു കല്ലുപ്പിൻ്റെ കഷ്ണം ഇങ്ങനെ തിരികെ വെച്ച് കൊടുക്കുക. ഇതിൽ 10 കായേനുള്ളത്. അത് നമുക്ക് നോക്കാം. ഇത് കണ്ട ഒരു പടലേണി മുറിച്ച് വെച്ചേക്കാം. 2, 4, 6, 8, 10 10 ഉണ്ട് ഒരു പടലയിൽ. 6 പടല ഉണ്ടായിരുന്നു. ഏത്തവാഴയുടെ കൊല വെട്ടിയിട്ട് നമ്മളൊരു പടലെടുത്ത് ചിപ്സ് വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടാണിത്. ഒരു 10 ഉണ്ടായിരുന്നു ഒരു പടലയിൽ. നമ്മൾ എന്നിട്ട് തൊലി കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ടേക്കണേന്. നമ്മളിനി അത് ഇത് ചെയ്യാൻ പോണേണ്, ചിപ്സ് വറുക്കാനായിട്ട് പോണേന്. അതിൻ്റെ അകത്ത് ഇപ്പോൾ നല്ല വലുതായിട്ട് വന്നു. ഇത് നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ തെളിച്ച് കൊടുക്കാം. ഈ പച്ചക്കായക്ക്